ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സ് നിങ്ങളെ ഒരിക്കലും തന്നെ മിസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ്ലി അവർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില പ്രധാനപ്പെട്ട സൈൻസാണ്. പല ആളുകളും ഉണ്ട്, അവർ മൂവ് ഓൺ ചെയ്തിട്ടും നമ്മളിവിടെ പല ടെക്നിക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ധാരാളം സയൻസ് ഞാൻ പറയുന്നുണ്ട്, ഏകദേശം 10-ലധികം സയൻസ്. അപ്പോൾ ആ സയൻസുകൾ കേൾക്കുന്ന സമയത്ത് തിരിച്ചു വരില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കേണ്ട. നിങ്ങൾക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പേഴ്സണൽ ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ഒരു റിലേഷൻഷിപ്പ് കോച്ചിൽ നിന്നും നേരിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് പറഞ്ഞതിന് ശേഷം സൊല്യൂഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ വീഡിയോ കാണാൻ പേടിക്കേണ്ട, വീഡിയോ കണ്ടോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത്, അത് മാരീഡ് ആയിക്കോട്ടെ, ഇനി പ്രണയിക്കുന്ന സമയമായിക്കോട്ടെ, ലിവിങ്ങിലായിരിക്കുന്ന സമയമായിക്കോട്ടെ, അത് ഒരുപാട് ബാഡ് സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മാസം കടന്നു പോകുമ്പോൾ തന്നെ അതിനിടയിൽ ഒരു 15 ദിവസവും വഴക്കാണ് എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്രേക്കപ്പ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അങ്ങനെ അത്തരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫൈറ്റുകളും ഭയങ്കര പ്രശ്നങ്ങളും ബാഡ് എക്സ്പീരിയൻസസും ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബ്രേക്കപ്പ് സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആരാണ്? എനിക്ക് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, നിന്റെ ലൈഫ് സേഫ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വയം മാറിയതാണോ? അല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളോട് പറയുകയാണ് നീയുമായിട്ട് എനിക്ക് ഓക്കെ ആവില്ല കേട്ടോ, ഞാൻ മൂവ് ഓൺ ചെയ്യാണ്, അങ്ങനെ പറഞ്ഞതാണോ? നമ്മളാണ് ബ്രേക്കപ്പിന് കാരണമായിട്ടുള്ളെങ്കിൽ, നമ്മളാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളതെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്, ആ വ്യക്തി നമ്മളെ മിസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തന്നെയാണ് അതിനൊരു മുൻകൈ എടുത്തിട്ട് ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുള്ളതെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു പ്രണയ ജീവിതത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ആണെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നിങ്ങളെ ഭാവിയിൽ വല്ലാണ്ട് മിസ് ചെയ്തോളണം എന്നുമില്ല. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്. അവരാണ് ബ്രേക്കപ്പിന് മുൻകൈ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത് വളരെയധികം കുറവായിരിക്കും, അവർ മൂവ് ഓൺ ചെയ്തിട്ടും ഉണ്ടാകും. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങളുടെ എക്സിന് എപ്പോഴും ഒരു ഫ്രീഡം ഇല്ല എന്നുള്ള ഒരു തോന്നൽ വരിക. അഥവാ അവരെവിടെ പോകണം, എന്ത് കഴിക്കണം, എന്ത് വസ്ത്രമിടണം, എപ്പോൾ അവർ വിളിക്കണം, എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള കൺട്രോളിങ് വരും ഇഷ്ടത്തിലാവുന്ന സമയത്ത്. അതൊരു തരത്തിലുള്ള ടോക്സിസിറ്റിയാണ്. പക്ഷെ സ്നേഹിക്കുന്ന ആള് വിചാരിക്കുന്നത് അത് സ്നേഹത്തിന്റെ ഭാഗമാണ്, എനിക്കതിനുള്ള അവകാശമുണ്ട്, ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യുമ്പോൾ സ്വയം ഫ്രീഡം നഷ്ടപ്പെടുന്ന രീതിയിൽ എൻ്റെ ലൈഫ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടൊക്കെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യാനൊന്നും പോകുന്നില്ല, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പോൾ അത്തരം ഒരു ഫ്രീഡത്തിന് വേണ്ടി മൂവ് ഓൺ ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബ്രേക്കപ്പ് പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത് വളരെയധികം കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത്, അവർ നിങ്ങളുടെ പിക്ചേഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വളരെയധികം നല്ല ഡീപ്പ് ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ധാരാളം സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതുപോലെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. സോഷ്യൽ മീഡിയ പേജസിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുമായി പങ്കിട്ട നിമിഷങ്ങൾ, മൊമെന്റ്സ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഓർ വീഡിയോസ്, ഇതൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യുക. ആ ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് തന്നെ നിങ്ങളെ മിസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും തിരിച്ചു വന്നൊരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. സോ മിസ് ചെയ്യാതിരിക്കാനും മൂവ് ഓൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വളരെയധികം ഹോപ്പ് കുറവാണ്.
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മേ ബി ചിലപ്പോൾ കുറച്ച് ഇത് വളരെയധികം പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഫീൽ അടിച്ചേക്കാം. കാരണം ഓരോ സയൻസുകൾ കേൾക്കുമ്പോഴും ഇനി അവൾ തിരിച്ചു വരില്ലേ, അവൻ തിരിച്ചു വരില്ലേ എന്നുള്ള ഭയം ഉണ്ടായിരിക്കാം. സോ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ ചെയ്യുന്നതിലൂടെ അവരെ മിസ് ചെയ്യിപ്പിക്കാനും നമ്മുടെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാനും ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാനും ഒക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള മാർഗങ്ങളുണ്ട്. സോ ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടന്നു വരാം. ഇനി അടുത്തൊരു സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലോ കോൾ ചെയ്ത് കഴിഞ്ഞാലോ യാതൊരു വിധത്തിലുള്ള റെസ്പോണ്ടും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും എല്ലാം ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അൺഫോളോ ചെയ്തു പോവുക എന്നുള്ള ഒരു കാര്യം. അതും ചിലപ്പോൾ അവരെടുത്തൊരു തീരുമാനമായിരിക്കും. ഇനി നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു 4 ദിവസത്തേക്കോ ബ്ലോക്ക് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അൺഫോളോ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്. പിന്നീട് അത് ഫോളോ ചെയ്ത് ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആവാറുണ്ട്. അങ്ങനെയല്ലാതെ ഒരു മാസത്തിലധികമൊക്കെ ബ്ലോക്ക് ചെയ്യുക, അൺഫോളോ ചെയ്ത് പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഹോപ്പ് കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷവും കോണ്ടാക്റ്റ് നിലനിർത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു ഫ്രണ്ടായി തുടരാം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളൊരു കോഫിക്കോ ലഞ്ചിനോ വേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തൊന്നും തിരിച്ചു വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നില്ല, അവർ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അവർ യാതൊരു വിധത്തിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഉള്ള ഒരു മുൻകൈ എടുക്കുന്നില്ല എങ്കിലും നമുക്ക് ഹോപ്പ് കുറവാണ്. അവിടെയും അവർ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ മറ്റുള്ള റിലേഷൻഷിപ്പിലോട്ട് പോവും. പെട്ടെന്ന് അവർക്ക് മറ്റൊരു വ്യക്തിയെ ചൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ മാരേജ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു പ്രണയമായിരിക്കാം, അതിലോട്ട് പോയി അവർ ആ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ യാതൊരു വിധത്തിലുള്ള മൈൻഡും ചെയ്യുന്നില്ല എങ്കിലും നമുക്ക് ഹോപ്പ് കുറവാണ്. അവർ നിങ്ങളെക്കുറിച്ചുള്ള മിസ്സിങ് കുറവാണ് അവർക്ക്. മേ ബി ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രണയത്തിൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ഉള്ളത് കൊണ്ടായിരിക്കാം, അടുത്തത് കൊണ്ടായിരിക്കാം, അവരത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം, മറന്നത് കൊണ്ടൊന്നും ആവില്ല, ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളെ കൂടുതലായിട്ടും മിസ് ചെയ്യാത്തത്. അതുപോലെ തന്നെ അവർ മൂവ് ഓൺ ചെയ്തതും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് അവരുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് പറയുകയാണ് അവളിപ്പോൾ ഓക്കെയാണ് അല്ലെങ്കിൽ അവനിപ്പോൾ ഓക്കെയാണ് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കോമൺ ഫ്രണ്ട്സാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ഹോപ്പ് ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അവർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ബ്രേക്കപ്പ് പറയുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള എന്തെങ്കിലും സമ്മാനങ്ങളോ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ ഓർക്കാൻ അതൊരു കാരണമായി തീരുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് തിരിച്ച് തന്നതിന് ശേഷം ബ്രേക്കപ്പ് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അവർ നിങ്ങളെ കൂടുതലായിട്ട് ഓർക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കണം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കാനോ ഒന്നും നിൽക്കത്തില്ല എന്നുള്ളതാണ്. അവരവിടെ നിന്ന് തന്നെ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് മൂവ് ഓൺ ചെയ്യണം, എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. സോ അതുകൊണ്ടായിരിക്കാം അവരെല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രേക്കപ്പിന് ശേഷം മറ്റുള്ള വ്യക്തികളെ ഫ്ലേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഹോപ്പില്ല, അവർ പുതിയ ലൈഫ് തേടി പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് തോന്നുന്നു ഏകദേശം 10ഓളം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഈ സയൻസൊക്കെ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളെ മറന്നതല്ല, നിങ്ങളെക്കുറിച്ച് ഓർക്കാനോ മിസ് ചെയ്യാനോ അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്.
അങ്ങനെ നിങ്ങളുടെ വൈബിനൊത്ത ആളുകളെ കണ്ടെത്തുകയും അവരെ പ്രണയിക്കുകയും അവരുമായിട്ട് ജീവിക്കുകയും ചെയ്യുക. ഇനി അതല്ല സർ, ഞാൻ ആ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചിരുന്നത്, എൻ്റെ ഭാഗത്തും ചില മിസ്റ്റേക്കുകൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രേക്കപ്പ് ആയത്, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളാണ്, ഞങ്ങളൊന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് പാച്ചപ്പ് ആയി കഴിഞ്ഞാൽ ഇനി സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് അവൾ മാത്രം മതി, അല്ലെങ്കിൽ അവൻ മാത്രം മതി, അവളുണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആകുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് അവർ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. അവരെ റീഅട്രാക്റ്റ് ചെയ്യാനും അവരുമായിട്ട് നല്ല ഒരു സ്മൂത്തായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളിലും മാറ്റങ്ങൾ വരുത്താനുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അട്രാക്ഷൻ പവർ കൂട്ടിയെടുക്കണം. അവർ നിങ്ങളെ മിസ് ചെയ്യുകയും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യണം. ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആവണം, അതിനുശേഷം സ്മൂത്തായിട്ട് പോകണം. ഒരുപാട് നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിലനിൽക്കണം. ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് കോച്ചിൻ്റെ ഒരു ഗൈഡൻസ് നിർബന്ധമാണ്. അത്തരത്തിലുള്ള ഒരു ഗൈഡൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ഹാപ്പി ആയിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മടിക്കാതെ വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും എന്തെങ്കിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ജസ്റ്റ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഏതെങ്കിലും വീഡിയോസ് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.